ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. എല്ലാവരെയും സ്നേഹവലയത്തിനുള്ളിൽ കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, മാർച്ച് 15 ശനിയാഴ്ച തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ സാധാരണ ഓഫറുള്ള സാധനത്തിലേക്കായിരിക്കും നമ്മുടെ കൈ നീളുക. ഇന്നത്തെ സുവിശേഷവും ഒരു ഓഫറാണ് നമുക്ക് വെച്ച് നീട്ടുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരാനുള്ള ഓഫർ. ഈ ഓഫർ കിട്ടാൻ എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരെയും നമ്മളുടെ സ്നേഹവലയത്തിനുള്ളിൽ കൊണ്ടുവരാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ട ചില പ്രാക്ടിക്കൽ ടിപ്പ് പങ്കുവയ്ക്കാം. ഒന്ന്, പ്രാർത്ഥിക്കുക. നമുക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ദൈവം അതിൻ്റെതായ സമയത്ത് തക്ക സമയത്ത് ഇടപെടും. സ്നേഹിക്കാനുള്ള കാര്യങ്ങൾ ദൈവം തന്നെ ഒരുക്കി തരും. രണ്ടാമതായിട്ട്, പുഞ്ചിരിക്കുക. തുടക്കം യാന്ത്രികമായിട്ട് തോന്നും, എന്നാൽ പോലും നമുക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ നോക്കി പുഞ്ചിരിക്കുക. ചിലപ്പോൾ അവരാദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെതായ സമയത്ത് ഫലം കിട്ടും. 3, സംസാരിക്കുക. എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തി സംസാരിക്കുക. ചിലപ്പോൾ അവരെന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് സങ്കടമുള്ളപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. 4, സഹായിക്കുക. അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവരെ സഹായിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തി അവരോട് കൂടെ ആയിരിക്കാൻ സഹായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, പ്രാർത്ഥിക്കുക. 2, പുഞ്ചിരിക്കുക. 3, സംസാരിക്കുക. 4, സഹായിക്കുക. എല്ലാവരെയും സ്നേഹവലയത്തിനുള്ളിൽ കൊണ്ടുവരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.